നമസ്കാരം. ഡോക്ടർ ശ്രീദീപൻ, ദ ന്യൂറോളജിസ്റ്റ്. നമ്മുടെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന് ഡാമേജ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പർശനശേഷി നഷ്ടപ്പെടുകയും ഒരു പൊള്ളലുണ്ടായിട്ടുണ്ടെങ്കിൽ അത് അറിയാതിരിക്കുകയും അത് അതീവ ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെരിഫറൽ നെർവസ് സിസ്റ്റം ഡാമേജ് ആയിരിക്കുന്നൊരവസ്ഥയിൽ നമുക്കതിൻ്റെ വേദനയും അറിയാൻ പറ്റില്ല. അതും അതീവ ഗുരുതരമായൊരവസ്ഥയിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ട്. സോ നമുക്ക് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനെ കുറിച്ച് അറിയാം. പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിൽ നിന്നും നമ്മുടെ സുഷുമ്നാ നാഡിയിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു നാഡീവ്യൂഹമാണ്. അത് നമുക്ക് 3 തരത്തിലുള്ള ധർമ്മങ്ങളാണ് നിർവഹിക്കുന്നത്. ഒന്ന് നമ്മുടെ അനുഭവം അഥവാ സെൻസേഷൻ. 2 ചലനം അഥവാ മൂവ്മെൻറ്റ്. 3 നിയന്ത്രണം അഥവാ റെഗുലേഷൻ. നമ്മുടെ അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻസേഷൻ, അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. സെൻസേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടച്ച്, അതായത് സ്പർശം, പെയിൻ അഥവാ വേദന, ടെമ്പറേച്ചർ അഥവാ താപം, കമ്പനം അഥവാ വൈബ്രേഷൻ, ഇതൊക്കെയാണ് നമ്മുടെ സ്പർശനം എന്ന് പറയുന്നതൊക്കെയാണ് നമ്മുടെ അനുഭവം അഥവാ സെൻസേഷൻ എന്ന് പറയുന്നത്. പിന്നെയുള്ളത് ചലനങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ മസിലുകളുടെ അഥവാ പേശികളുടെ സങ്കോചവും വികാസവും വഴിയായിട്ടാണ്. 3ാമതായി നടക്കുന്നതാണ് റെഗുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൺട്രോളിൽ നിൽക്കാത്ത ചില കാര്യങ്ങളുണ്ട്. അഥവാ ഹാർട്ട് ബീറ്റ്, ശ്വാസം എടുക്കുന്നത്, ശ്വാസോച്ഛ്വാസം, BP കൺട്രോൾ ചെയ്യുക, BP-യുടെ റെഗുലേഷൻ, ബ്ലഡ് പ്രഷറിൻ്റെ റെഗുലേഷൻ, പിന്നെയുള്ളത് ദഹന പ്രക്രിയ തുടങ്ങിയ സംഭവങ്ങൾ നമ്മുടെ കൺട്രോളിലല്ല. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ധർമ്മമാണ്. എങ്ങനെയാണ് ഈ ധർമ്മങ്ങൾ പെരിഫറൽ നെർവസ് സിസ്റ്റം നിർവഹിക്കുന്നത്? അതിന് മെയിനായിട്ട് 2 ചാനലുകളാണുള്ളത്. 2 ചാനൽ എന്ന് പറഞ്ഞാൽ നമുക്കതിനെ പറയാം സൊമാറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയാം, 2 ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ സൊമാറ്റിക് നെർവസ് സിസ്റ്റത്തിന് നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. 1 സെൻസറി സിസ്റ്റം എന്നും 2 മോട്ടോർ സിസ്റ്റം എന്നും, അഥവാ മോട്ടോർ നെർവ്സ് എന്നും സെൻസറി നെർവ്സ് എന്നും, അഥവാ മോട്ടോർ നാഡികളെന്നും സെൻസറി നാഡികളെന്നും. നമ്മൾ 2ാമത് പറഞ്ഞിരിക്കുന്ന ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിന് നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. 1 സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം എന്നും, പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം എന്നും, എൻഡറിക്